ദൈവനാമത്തിന് മഹത്വം. സിയോൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിളിൽ നിന്നും ചില കുസൃതി ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആദ്യ മനുഷ്യർക്ക് ഇല്ലാതിരുന്നതും നമുക്ക് ഉള്ളതുമായ ഒരു കാര്യം എന്താണ്? ഉത്തരം: വസ്ത്രം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം. അടുത്ത ചോദ്യം: നമ്മുടെ അടുക്കളയിലെ ഒരു പദാർത്ഥത്തിൻ്റെ പേരിൽ ബൈബിളിൽ ഒരു കടലും ഒരു താഴ്വരയുമുണ്ട്. ഏതെല്ലാമാണ്? ഉത്തരം: അടുക്കളയിലുള്ളത് ഉപ്പ്, ബൈബിളിലുള്ളത് ഉപ്പ് കടൽ, യോശുവ 15:5, ഉപ്പ് താഴ്വര 2 ശമൂവേൽ 8:13. അടുത്ത ചോദ്യം: ഒളിച്ചോട്ടക്കാരനായ പ്രവാചകൻ ആരാണ്? ഉത്തരം: യോന. യോനയുടെ പ്രവചനം 1-ാം അധ്യായം 1-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: പണമിടപാട് നടത്തിയ ബൈബിളിലെ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം: അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം: ബൈബിളിൽ കാണുന്ന ആദ്യ കട്ടിലിൽ കിടന്നത് ആരാണ്? ഉത്തരം: യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 31-ാം വാക്യം. അടുത്ത ചോദ്യം: പന്തിരുവരിൽ ഫിനാൻസ് സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം: യൂദാസ് കറിയോത്ത. അടുത്ത ചോദ്യം: വെളിപ്പാട് മൂലം പ്രസിദ്ധമായ ദ്വീപ് ഏതാണ്? ഉത്തരം: പത്മോസ് ദ്വീപ്. അടുത്ത ചോദ്യം: കുളിക്കാൻ പോയപ്പോൾ രോഗി, കുളിച്ചു വന്നപ്പോൾ സുന്ദരൻ ആരാണ്? ഉത്തരം: നയമാൻ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം: വനവാസത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന വ്യക്തി ആരാണ്? ഉത്തരം: നെബൂഖദ്നേസർ. അടുത്ത ചോദ്യം: ബൈബിളിൽ പൊതുമാപ്പ് ലഭിച്ച വ്യക്തി ആരാണ്? ഉത്തരം: ബറബ്ബാസ്. മത്തായി 27:18-19 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഗുരുവിൻ്റെ മരണത്തിന് കാരണമായ ശിഷ്യൻ ആരാണ്? ഉത്തരം: യൂദ ഇസ്കറിയോത്ത. അടുത്ത ചോദ്യം: പേരിൽ പകുതി പാചകക്കാരനായ പ്രവാചകൻ ആരാണ്? ഉത്തരം: ഹബക്കുക്ക്. അടുത്ത ചോദ്യം: ബൈബിളിലെ ഡോക്ടറിൻ്റെ ഒരക്ഷരം മാറ്റിയാൽ ഒരു പട്ടണമാകും. ഉത്തരം: ഡോക്ടർ ലൂക്കോസ്. ലൂക്കോസിൻ്റെ ഒരക്ഷരം മാറ്റിയാൽ പട്ടണം ലൂസ്. അടുത്ത ചോദ്യം: വെള്ളത്തിലുള്ള ATM-ൽ നിന്നും പണമെടുത്തവൻ ആരാണ്? ഉത്തരം: പത്രോസ്. ചൂണ്ടലിട്ട് ചതുരദ്രഹ്മ പണം എടുത്തത്. അടുത്ത ചോദ്യം: കഴുത കാരണം ജീവൻ തിരിച്ചു കിട്ടിയ വ്യക്തി ആരാണ്? ഉത്തരം: ബിലയാം. സംഖ്യാപുസ്തകം 22:33. ദൈവവചന പഠനത്തിനു വേണ്ടിയാണ് ഇപ്രകാരം ചോദ്യങ്ങൾ തയ്യാറാക്കിയത്, അല്ലാതെ ദൈവവചനത്തെ വില കുറച്ച് കാണുകയല്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.